നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ RDS പ്രോജക്റ്റ് ലിമിറ്റഡ് കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീജിയനെയാണ്. കല്ലമ്പലം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റാണ്. വീഡിയോ ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക. നമ്മൾ ഏകദേശം ഒരു 3 മാസത്തിന് ശേഷമാണ് വീണ്ടും കല്ലമ്പലം തൊട്ട് കടമ്പാട്ടുകോണം വരെയുള്ള വീഡിയോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയും വരുന്നുണ്ട്. മേവറം വരെയുള്ള കൊല്ലം ജില്ലയിലെ പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റ് ഇത് കഴിഞ്ഞേച്ച് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ കല്ലമ്പലം ഭാഗത്തായിട്ടാണ് ഉള്ളത്. ഇവിടെ ഇപ്പം പൈലിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള പൈലിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കല്ലമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിലായിട്ട് തന്നെ ഒരു 8 സ്ഥലത്തായിട്ട് തന്നെ പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ട് 8 പിയറുകളും ഇതേപോലെ നിൽപ്പുണ്ട്. അതിന് ചേർത്ത് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണമായിരിക്കും അടുത്ത ഘട്ടം. അപ്പോൾ ഈ പിയറിൻ്റെ കോൺക്രീറ്റ് വർക്കുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ 2 സൈഡിലും ഓടയുടെ നിർമ്മാണവും പിന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് നെറ്റിലിട്ട് നിരത്തുന്ന പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇടത്തെ സൈഡിലായിട്ട് കുറച്ച് പാറ നിൽപ്പുണ്ട്. അതിനി പൊട്ടിച്ച് കളയേണ്ട പണിയുണ്ട്. കുറച്ച് പൊട്ടിച്ച് മാറ്റിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ വലത്തെ സൈഡിലായിട്ട് തന്നെ പോസ്റ്റൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ടുള്ള പണി പെൻഡിങ് വരുന്നത്. പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് വരുന്നിടത്ത് ഇവിടെ ഇടത്തെ സൈഡിലായിട്ട് നല്ലോണം കയറി തന്നെ ഓടയുടെ നിർമ്മാണവും കഴിഞ്ഞു വരുന്നുണ്ട്. പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വലത്തെ സൈഡിലായിട്ട് കുറച്ച് സ്ഥലത്തായിട്ട്. പിന്നെ ഇവിടുന്ന് മുമ്പോട്ട് വരുന്നിടത്തായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 3 മാസം മുമ്പുള്ള വീഡിയോയിൽ ഇവിടെ ഇപ്പം നമ്മൾ നല്ല ഹൈറ്റിലായിട്ട് തന്നെ ഈ കോൺക്രീറ്റ് റിട്ടേൺ വാളിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതായിരുന്നു നമ്മൾ 3 മാസം മുമ്പ് കണ്ടത്. ഇപ്പം ആ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് നല്ല ഹൈറ്റിലായിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആറുവരിപ്പാത ഇവിടുന്ന് നല്ല ഹൈറ്റിലായിട്ട് കല്ലമ്പലം ഭാഗത്തോട്ട് കയറുമെന്നാണ് തോന്നുന്നത്. ആ ഒരു ഹൈറ്റിലായിട്ട് തന്നെ ഇത്രയും റിട്ടേണിംഗ് വാൾ നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. ഇവിടുന്ന് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ 2 സൈഡിലും ക്രാഷ് ബാരിയറുടെ നിർമ്മാണവും സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് നിരത്തുന്ന പണിയൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നടന്നു വരുന്നുണ്ട്. ഇനി പ്രധാന മെയിൻ റോഡ് വരുന്ന ഭാഗത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണിയും ഈ ഒരു ഏരിയയിലായിട്ട് നടക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള മാറ്റമാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിശോധിച്ചപ്പം 3 മാസം മുമ്പുള്ള വീഡിയോയിൽ പരിശോധിച്ചപ്പം പള്ളിയുടെ മുമ്പാകത്തൊക്കെ ആയിട്ട് തന്നെ റിട്ടേൺ വാളിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. ഇവിടെ ഇനി കുറച്ചും കൂടി ഇനി പൂർത്തിയാവാനുണ്ട്. അവിടെ ഇനിയും പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. പിന്നെ നമ്മൾ നാവായിക്കുളം ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തുമ്പോൾ ഇവിടെയും നല്ല ഹൈറ്റിലായിട്ട് തന്നെ 2 സൈഡിലും ക്രാഷ് ബാരിയറുടെ നിർമ്മാണം കഴിഞ്ഞിട്ട് 2 സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ മെറ്റിലിട്ടതിൻ്റെ മുകളിൽ വീണ്ടും കൊണ്ടുവന്ന് കുറേ ലോഡ് മണ്ണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നതും കാണാൻ പറ്റും. നേരെ വന്നു കഴിഞ്ഞാൽ നാവായിക്കുളം അണ്ടർപാസിൻ്റെ ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടോപ്പ് കോൺക്രീറ്റും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നാവായിക്കുളം അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഒരു അടിയിൽ കൂടി ഒരു കലുങ്കിൻ്റെ നിർമ്മാണം 2 സൈഡിലും സർവീസ് റോഡ് കടന്നു പോകുന്ന ഭാഗത്ത് മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. ഇനി മെയിൻ റോഡ് വരുന്ന ഭാഗത്ത് ഇനിയും പൂർത്തിയാവാനുണ്ട്. നമ്മളിപ്പം നാവായിക്കുളം അണ്ടർപാസിൻ്റെ അടുത്തെത്തി കഴിഞ്ഞാൽ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം കുറച്ച് ലെങ്തിലായിട്ട് 2 സൈഡിലുമായിട്ട് പൂർത്തിയായിട്ടുണ്ട്. ഇനി റിട്ടേൺ വാൾ ബ്ലോക്ക് ഉയർത്തിയായിരിക്കും 2 സൈഡിലുമായിട്ട് വെച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ട പണി നടക്കുന്നത്. പ്രധാനമായും RDS കമ്പനി ഈ ഒരു റീച്ചിൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴ്ചയുള്ള ഭാഗത്തായിട്ടാണ് എല്ലായിടത്തും അണ്ടർപാസിൻ്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കയറ്റം കയറി വലിയ ഇറക്കം ഇറങ്ങാതെ അണ്ടർപാസിൻ്റെ മുകളിൽ കൂടി നല്ല നിരപ്പിന് പോകത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കൂടുതൽ സ്ഥലത്തും. ആറ്റിങ്ങൽ ബൈപ്പാസ് അടക്കമാണ് RDS പ്രോജക്റ്റ് കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ജൂലൈ 22-ാം തീയതിയാണ് RDS പ്രോജക്റ്റ് കമ്പനി കരാർ ഏറ്റെടുത്ത് വർക്ക് തുടങ്ങിയത്. അവസാനിപ്പിക്കേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഓഗസ്റ്റ് മാസത്തിലാണ് അവസാനിപ്പിക്കേണ്ടത്. ഏറ്റവും അവസാനം തീർക്കേണ്ട കമ്പനിയുടെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസമുദ്രയുടെ പ്രോജക്റ്റാണ്. 2025 ഡിസംബർ മാസത്തിലാണ് അവർക്ക് കാലാവധി അവസാനിക്കുന്ന ഡേറ്റ് വരുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം തീർക്കേണ്ടത് ഏറ്റവും പതുക്കെ തീർക്കേണ്ടതെന്ന് പറഞ്ഞാൽ വിശ്വസമുദ്രയുടെ. എനിക്ക് വന്നിരിക്കുന്ന ആ ഒരു കാരണം കൊണ്ടായിരിക്കണം വിശ്വസമുദ്ര കൊല്ലം റീച്ചിൽ കുറച്ച് സ്ലോ ആയിട്ട് വരുന്നതെന്നാണ് തോന്നുന്നത്. നമ്മൾ നാവായിക്കുളം കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയൊരു ജംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്ത് തന്നെ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് തന്നെ വേറൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണം ഭാഗികമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും വലത്തേ സൈഡിലായിട്ട് റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് ഉയർത്തിയാണ് അവിടെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടത്തേ സൈഡിലായിട്ട് കമ്പി വെച്ച് കോൺക്രീറ്റ് ചെയ്ത് മേലോട്ട് റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണമാണ് നടക്കുന്നത്. ഇവിടെ തന്നെ 2 സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്ത് എനിക്ക് വന്നിരിക്കുന്നത് ഇവിടെ ഒരു കലുങ്കിൻ്റെ നിർമ്മാണം കൂടെ നടക്കാനുണ്ടെന്നാണ് തോന്നുന്നത്. അത്രയും ഭാഗത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ട്. എനിക്ക് വന്നിരിക്കുന്നത് അവിടെ ഒരു കലുങ്കിൻ്റെ നിർമ്മാണം ഉണ്ടെന്നാണ് തോന്നുന്നത്, അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ.
പിന്നെ നമ്മൾ അണ്ടർപാസ് കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് തന്നെ രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് മെറ്റിലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ഭാഗത്തും സർവീസ് റോഡ് മെയിൻ ഇവിടെ അണ്ടർപാസ് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗത്ത് രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് തന്നെ ആ കലുങ്കിൻ്റെ നിർമ്മാണം കുറച്ച് കോൺക്രീറ്റ് പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഇനി നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണം അവിടെ നടക്കാനുണ്ട്. വലത് ഭാഗത്തായിട്ട് അവർ മണ്ണെടുത്ത് മാറ്റിയിരിക്കുന്നതാണ് നമുക്കിപ്പം കാണാൻ പറ്റുന്നത്. വലത്തെ സൈഡിൽ ഇനി സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിലിടാനുണ്ട്. അത് അവിടെ ആ ഒരു ക്രാഷ് ബാരിയർ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും മെറ്റിലിടുന്നത്. ഇപ്പം ഇടത്തെ സൈഡിലായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി നേരെ വന്ന് കയറുന്നത് 28-ാം മൈലിലാണ് വന്ന് കയറുന്നത്. നമ്മളിവിടെ 28-ാം മൈൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ വലത് ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് പോലെ പണിഞ്ഞിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. അവിടെ എനിക്ക് തോന്നിക്കുന്ന റിട്ടേൺ വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണിയായിരിക്കും വരാനുള്ള സാധ്യതയുള്ളത്. 28-ാം മൈൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇടത്തെ സൈഡിൽ നിന്ന് ഇനിയും മണ്ണ് നീക്കം ചെയ്ത് മരങ്ങളൊക്കെ മുറിച്ച് മാറ്റാൻ ബാക്കിയുണ്ടെന്നാണ് തോന്നുന്നത്. വലത്തെ സൈഡിലും അതേപോലെ തന്നെ മണ്ണ് നിരത്താനുണ്ട്. ഇവിടെ പിന്നെ അവസാന ഘട്ടത്തിലായിട്ടായിരിക്കും പിന്നെ പണി വരാനുള്ളത്. ഇവിടെ കുറച്ചും കൂടെ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റാനുണ്ട്. കണ്ടോ, നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇടത്തെ സൈഡിലായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് നല്ല താഴ്ചയാണ്, രണ്ട് സൈഡിലും നല്ല താഴ്ചയുള്ള ഭാഗമാണ്. വലത്തെ സൈഡിലായിട്ട് തന്നെ ഓടയുടെ നിർമ്മാണവും വലത്ത് ഭാഗത്തായിട്ട് തന്നെ റിട്ടേൺ വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണിയാണ് നടക്കുന്നത്. 28-ാം മൈൽ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണവും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് റിട്ടേൺ വാൾ ബ്ലോക്ക് ഉയർത്തിയത് അത് കുറേ നാളിന് മുമ്പേ കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞേച്ച് പിന്നെ വലിയ അപ്ഡേറ്റ് ഒന്നും ഈ ഒരു ഭാഗത്തായിട്ടില്ല. പിന്നെ പണി നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പിയറിൻ്റെ നിർമ്മാണവും പിന്നെ പിയർ ക്യാപ്പിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഒരു 6 ഗർഡറുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതും പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടം തൊട്ട് മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ വലത്തേ സൈഡിലായിട്ടാണ് വളവ് കഴിഞ്ഞ് വരുമ്പം വലത്തേ സൈഡിലായിട്ടാണ് കൂടുതൽ വർക്ക് നടന്നിരിക്കുന്നത്. അപ്പം പ്രധാനമായി ഇപ്പം നമുക്ക് പോകേണ്ട വഴി ഇടത്തേ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തുകൂടിയാണ് ഇപ്പോൾ റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ വലത്തേ സൈഡിലായിട്ടാണ് കൂടുതൽ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. വലത്തേ സൈഡിൽ ഇപ്പം ആ ഒരു റിട്ടേൺ വാളിൻ്റെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞേച്ച് അതിനോട് ചേർന്ന് തന്നെ മണ്ണിട്ട് പൊക്കിക്കൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിരത്തുന്ന പണി നടക്കുന്നുണ്ട്. സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് അവരിപ്പം കുറച്ച് ലെങ്തിലായിട്ട് ഈ ഒരു ഏരിയയിൽ നിരത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. അത് നിരത്തിയിട്ടില്ല, കുറേ നാളായിട്ട് അത് നീ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി നേരെ വരുന്നത് കടമ്പാട്ടുകോണം ഭാഗത്തേക്കാണ് വരുന്നത്. നമ്മൾ ഈ ഒരു വളവ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇപ്പം പ്രധാനപ്പെട്ട 6 പേര് കടന്നു പോകുന്ന ഭാഗത്തായിട്ട് തന്നെ ഒരു മെറ്റിലിട്ട് നിരത്തിയെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ക്രാഷ് ബാരിയർ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് പൂർത്തിയായി വരുന്നുണ്ട്. ഇനി രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് മെറ്റിലിട്ട് നിരത്തേണ്ട പണിയാണ് നടക്കേണ്ടത്. അപ്പം അത്രയും പണിയേ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. RDS കമ്പനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെയാണ്. കൂടുതൽ സ്ഥലത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്ത് മാറ്റേണ്ട പണിയുണ്ട്. അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പാറയാണുള്ളത്. അത് പൊട്ടിച്ച് മാറ്റിയിട്ട് വേണം ആറ്റിങ്ങൽ ബൈപ്പാസ് പൂർത്തിയാക്കാൻ. അപ്പം രണ്ട് സൈഡിലും, അതായത് തിരുവനന്തപുരം ഭാഗത്തോട്ട് ആറ്റിങ്ങൽ കഴിഞ്ഞ് തിരുവനന്തപുരം ഭാഗത്തോട്ട് പോകുമ്പോഴും പിന്നെ ആറ്റിങ്ങൽ കഴിഞ്ഞ് പിന്നെ നമ്മൾ കൊല്ലം ഭാഗത്തോട്ട് വരുന്ന വഴിക്കും ഇത്രയും പണി കുഴപ്പമില്ലാത്ത രീതിയിൽ RDS പ്രോജക്റ്റ് ലിമിറ്റഡ് ചെയ്ത് വരുന്നുണ്ട്. ഉടൻ തന്നെ അത് കരാർ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പൂർത്തിയാക്കുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളിതൊക്കെ ഇവിടെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കലങ്കിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് ഇവിടെ വലത്തേ സൈഡിലാണ് RDS പ്രോജക്റ്റ് ലിമിറ്റഡിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇവിടെ വലത്തേ സൈഡിലായിട്ടൊരു യാർഡുള്ളത്. ആ ഒരു ഭാഗത്തും ക്രാഷ് ബാരിയർ നിർമ്മാണവും രണ്ട് സൈഡിലായിട്ട് കുറച്ച് ലെങ്തിലായിട്ട് പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ഓടയുടെ നിർമ്മാണവും കുറച്ച് ലെങ്തിലൊക്കെ ആയിട്ടാണ് ഈ ഒരു ഏരിയയിൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നേരെ RDS പ്രോജക്റ്റ് ലിമിറ്റഡിൻ്റെ കരാർ അവസാനിക്കുന്ന എൻ്റെ ഭാഗമായ കടമ്പാട്ടുകോണം ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മളതാണ്ട് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പം നിലവിലെ റോഡിൻ്റെ ഇടത്തെ സൈഡിലായിട്ടൊരു ചെറിയൊരു മഞ്ഞ ബോർഡ് കാണാം. അതാണ് അതിൻ്റെ ബോർഡർ. അത് കഴിഞ്ഞാൽ അടുത്ത ശിവാലയയുടെ കരാർ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തായിട്ടെത്തും. ശിവാലയയുടെ കരാർ എന്ന് പറഞ്ഞാൽ കടമ്പാട്ടുകോണം മുതൽ കാവനാട് ബൈപ്പാസ് വരെയാണ്. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടമ്പാട്ടുകോണം മുതൽ ചാത്തന്നൂർ വരെ ആയിരിക്കും പുതിയ അപ്ഡേറ്റ്. അടുത്ത പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.